ശരിക്കും ഒരു വിശ്വാസി ദൈവം എന്നെ നടത്തി എന്ന് പറയുമ്പോൾ ആ നടത്തിപ്പിനകത്ത് ഒരു പുതിയ ഒരു മാനദണ്ഡം, ഒരു മാനമുണ്ട്, ഒരു വേറൊരർത്ഥമുണ്ട്. അതെന്താണ്? ഇന്ന് വീഴാവുന്ന കുഴികളിൽ നിന്ന്, പാപം ചെയ്യാവുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് ദൈവം രക്ഷിച്ചോ? ഇന്ന് നമ്മൾ ലോകത്തിന്റെ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ക്രിസ്തുവിന്റെ വഴി നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമ്മൾ ആ രക്ഷ അനുഭവിക്കുന്നുണ്ടോ? ആ നടത്തിപ്പ് അനുഭവിക്കുന്നുണ്ടോ? ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം നടത്തി എന്ന് പറയുമ്പോൾ എങ്ങോട്ട് നടത്തി? ക്രിസ്തുവിലേക്ക് നടത്തിയോ അതോ ലോകത്തിലേക്കാണോ നടത്തി? അപ്പോൾ ദൈവം നടത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഉപജീവനം മാത്രമായി പോകരുത്. കർത്താവ് നമ്മളെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അവന്റെ വഴികളിൽ ഞാൻ നടക്കുക എന്നുള്ളതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പൊ ദൈവം നമ്മളെ നടത്തുന്നു എന്ന് പറയുന്ന ഓരോ നിമിഷവും ക്രിസ്തുവിന്റെ വഴി നമുക്ക് വെളിപ്പെടുത്തുന്നു. ആ വഴിയിലൂടെ നമ്മളെ നടത്താൻ ദൈവത്തിന് മാത്രം സാധിക്കും. അപ്പൊ കർത്താവ് നമ്മളെ നടത്തുന്ന വഴികൾ, ആ വഴികളാണ് നമ്മൾ ഇപ്പോൾ ഓർത്ത് നന്ദി പറയുന്നത്. ഇന്നിപ്പം നടത്തിയ വിധങ്ങളോർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വണ്ടി ഇരിക്കാതെ രക്ഷപ്പെട്ടതും, ജോലി കിട്ടിയതും, പിള്ളേരുടെ കാര്യം പ്രാർത്ഥിച്ചപ്പോൾ എക്സാം നല്ല മാർക്ക് കിട്ടിയതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ദൈവം എങ്ങനെയാണ് നമ്മളെ ശിഷ്യരാക്കി, വിശ്വാസികളാക്കി, വചനം കേൾപ്പിച്ച് അവന്റെ സന്നിധിയിൽ നിർത്തുന്ന ഈ ഒരു വലിയൊരു പ്രോസസ്സിലൂടെ ദൈവം എങ്ങനെ നമ്മളെ നടത്തിയെന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ആലോചിക്കായിരുന്നു, 28 വർഷം മുമ്പ് ഞാൻ രക്ഷാ അനുഭവം പ്രാപിച്ചില്ലായിരുന്നു. ദൈവം തീർച്ചയായിട്ടും എന്നെ രക്ഷയോട് നടത്തുമായിരുന്നു. കാരണം ദൈവത്തിന് എന്നെ മുൻകൂട്ടി എന്തായാലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടല്ലോ എന്നെ കുറിച്ച് ദൈവത്തിന്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ ഇതിൽ നടത്തുമായിരുന്നു. ഇൻ കേസ് മാനുഷ്യമായിട്ട് ചിന്തിച്ചാൽ ഞാൻ ആ വഴിയിലൂടെ കടന്നുപോയില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ഞാൻ ഇല്ലായിരുന്നു, ഞാൻ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് എവിടെയെങ്കിലും ജീവിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടുകയില്ലായിരുന്നു. അപ്പം ദൈവം ഓരോ വഴിയെ നടത്തി നമ്മളെ കണ്ടുമുട്ടേണ്ടവരെ കണ്ടുമുട്ടിച്ചും, കേൾപ്പിക്കേണ്ടവരെ കേൾപ്പിച്ചും, ഇടപെടുത്തേണ്ടവർ ഇടപെടിച്ചും, ദൈവം എത്ര ഭംഗിയായിട്ടാണ് ഓരോരോ മനുഷ്യന്റെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ ഓരോ ലെവലിലും ഇപ്പൊ എന്നെ ഇങ്ങനെ ആക്കാൻ ദൈവം ഒരു വലിയ വഴിയിലൂടെ എന്നെ നടത്തിക്കൊണ്ട് പോയി. ഇനി എന്തുമാത്രം നടക്കേണ്ടി വരും, ദൈവം ഇനി എന്തുമാത്രം എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഒരു കരയിൽ എന്നെ എത്തിക്കാൻ കർത്താവ് ശരിക്കും പാടുപെടുന്നുണ്ട്. രക്ഷ അവന്റെയാണ്, അവനാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്നത്. അധ്വാനവും വേദനയും മുഴുവൻ കർത്താവിന്റെയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ നടത്തി എന്ന് ഞാൻ യാദൃശ്യ പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ സാധാരണ ചോദിക്കാറൊന്നുമില്ല. ഞാൻ എവിടെ പ്രസംഗിക്കാൻ കയറിയാലും എല്ലാവർക്കും വന്ദനം പറയുന്ന നേരെ വചനത്തിലോട്ട് കയറാറാണ് പതിവ്. എത്ര വലിയ കൺവെൻഷൻ ആണെങ്കിലും അത്രയും ഞാൻ പറയാറുള്ളൂ. ആദ്യമായിട്ടാണ് നിങ്ങളെല്ലാവരും ക്ഷേമമായിരിക്കുന്നത് ചോദിച്ചത്. അതിന്റെ പുറകെ ഇങ്ങനെ എന്റെ പിന്നാലെ വന്ന ഒരു തോട്ട് പ്രോസസ്സാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ദൈവം നടത്തിയെന്ന് പറയുമ്പോൾ നമ്മൾ അത് കുറച്ചും കൂടി ഉൾക്കാഴ്ചയോടെ നമ്മൾ ചിന്തിക്കണം. പാടുമ്പോഴും എല്ലാം ഇതിനകത്ത് നമ്മുടെ ദൈവം നടത്തുന്നത് അവന്റെ തേജസ്സിലേക്കാണ്. നമ്മൾ കാത്തിരിക്കുന്ന ഒരു തേജസ് നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളത്. ഇനി ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 2-3 ആഴ്ചയായിട്ട് ഈ വിശുദ്ധീകരണം എന്ന ഒരു വിഷയത്തിന് ഒരു ഇൻട്രഡക്ഷൻ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 ആഴ്ച. നിങ്ങളത് ചിലപ്പോൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. എന്താണ് സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണ് ഈ വചനം പഠിച്ചു വരുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ഇത് ആഴ്ചയിൽ ഒന്നുള്ളത് കൊണ്ടും ഞാൻ ആ പറഞ്ഞു വരുന്ന ചെയിൻ എന്താണെന്ന് ഒരുപക്ഷെ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ക്രമത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. വീണ്ടും ജനനത്തെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചുമാണ് നമ്മൾ വിശദമായിട്ട് പഠിച്ചത്. ഇനി നമ്മൾ വിശദീകരണത്തെക്കുറിച്ചാണ് വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. യേശുവിന്റെ ജീവൻ നമ്മൾ പ്രാപിക്കുക, യേശുവിന്റെ ജീവനിൽ നമ്മൾ നടക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം പഠിച്ചത്. പിന്നെ നീതീകരണത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ അതിന് പല ചിത്രങ്ങളൊക്കെ വരച്ചതൊക്കെ കണ്ടതാണ്. ഇനി നമ്മൾ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ഒരു തിയറി, അല്ലെങ്കിൽ അതിന്റെ വേദശാസ്ത്രം എന്താണ് സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളതിന്റെ വേദശാസ്ത്രം നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒത്തിരി ആളുകൾ വിചാരിക്കുന്നത് വിശുദ്ധീകരണം എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്വമാണെന്ന്. കാരണം ബൈബിളിൽ ചില വാക്യങ്ങൾ അങ്ങനെയുണ്ട്. അവൻ നിർമ്മലനായിരിക്കുന്നത് നിങ്ങളും അവനും തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്നൊക്കെ. അവനിൽ ഈ പ്രത്യാശ ഉള്ളവനല്ല അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ. അതുപോലെ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാകുവിനെന്നും. ഒത്തിരി അടുത്ത് നമ്മോടൊരു കമാൻഡ്മെന്റ് ആയിട്ടാണ് വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നത്. വിശുദ്ധരായിരിപ്പിൻ, വിശുദ്ധിക്ക് വേണ്ടി ഓടുവിൻ, അധ്വാനിക്കും. ഇതെല്ലാം നമ്മളോടുള്ള ഒരു കമാൻഡ്മെന്റ് ആയിട്ടാണ് വേദപുസ്തകത്തിൽ മുഴുവൻ കാണുന്നത്. പക്ഷെ
ഞാൻ ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു ഇൻട്രൊഡക്ഷൻ ഈ 3 ആഴ്ചയായിട്ട് പറയാനുള്ള കാരണം ബൈബിളിൽ ഒരു വാക്യമായിട്ട് നമ്മൾ അത് എടുക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അത് ബൈബിളിന് ഒരു ഹോൾസം ടീച്ചിങ് ഉണ്ട്. അതായത് ദ ഹോൾ ബൈബിൾ സിസ്റ്റമാറ്റിക്കലി പ്രസൻസ് വൺ സിംഗുലർ തിങ്. അതായത് ബൈബിളിന്റെ മുഴുവൻ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ കണ്ടന്റേ ഉള്ളൂ. ഒറ്റ വാക്യത്തിൽ അത് പറയാം: നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവനായി പിതാവിന്റെ മുമ്പിൽ നിർത്തേണ്ടത്. ഇതാണ് ബൈബിളിന്റെ മെസ്സേജ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആക്കി പിതാവിന്റെ മുമ്പിൽ നിർത്തേണ്ടത്. ഓരോ വാക്യവും പോയിന്റ് ചെയ്യുന്നത് അങ്ങോട്ടാണ്. ദൈവത്തിന്റെ നടത്തിപ്പ് പോയിന്റ് ചെയ്യുന്നത് അങ്ങോട്ടാണ്. വിശുദ്ധീകരണം പോയിന്റ് ചെയ്യുന്നത് അങ്ങോട്ടാണ്. എല്ലാം നമ്മെ പിതാവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി നിർത്തേണ്ടതിന് എന്നുള്ളതാണ് ബൈബിളിൽ വെളിപ്പെടുന്ന ഒരേ ഒരു ദൈവിക ഉദ്ദേശം. ദൈവത്തിന് നമ്മളെ കുറിച്ച് ആ ഒരൊറ്റ ഉദ്ദേശമുണ്ട്. ആലോചിച്ച് നോക്കി, ഒറ്റ ഉദ്ദേശമുള്ളൂ: ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നമ്മളെ മാറ്റുകയും അതിൽ നമ്മളെ പെർഫെക്റ്റ് ആക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരേ ഒരു ഉദ്ദേശം. അപ്പൊ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വിശുദ്ധീകരണം അനുഭവിക്കുന്ന തലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ ആലോചിക്കും, എന്താണ് നാളെ ഞാൻ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്? ഓക്കെ, എങ്ങോട്ട് പോയാലും ദൈവത്തിന്റെ ഉദ്ദേശം എന്താ നമ്മൾ മറന്നു പോരുത്. അത് നമ്മുടെ വിശുദ്ധീകരണം. അതായത് നമ്മൾ ആരോട് സംസാരിച്ചാലും, ഏത് ജോലി ചെയ്താലും, എല്ലാ ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഏത് ജോലി ചെയ്താലും അവിടെ എല്ലാം ദൈവത്തിന്റെ ഉദ്ദേശം അവൻ നമ്മെ വിശുദ്ധീകരിക്കുവാനുള്ള ആ ഒരു പ്രോസസ് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഓരോ മോമെന്റിലും ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്: എന്നെ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനാക്കി മാറ്റുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്താൽ നമ്മൾ നിറയുന്ന ആ പരിപാടിയാണ് വിശുദ്ധീകരണം. നമ്മൾ പാത്രങ്ങൾ ക്ലീൻ ആക്കപ്പെട്ടു, ഈ പാത്രങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്വഭാവം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പാഠത്തിൽ പഠിച്ചു? ഇല്ല, പറഞ്ഞില്ല. ഇല്ല, ദൈവത്തിന് 2 തരം സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, അവൻ ആർക്കും കൊടുക്കാത്ത ചില സ്വഭാവങ്ങളാണ്. അതെന്തൊക്കെയാണ്? അത് ദൈവത്തിന്റെ സ്വതന്ത്രത. ഗോഡ് ഈസ് ടോട്ടലി ഫ്രീ. അവൻ ആരുടെ സഹായം ആവശ്യമില്ല. അതാണ് ദൈവത്തിന്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം. അതുപോലെ ദൈവത്തിന് ഒരിക്കലും മാറ്റം വരുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ തന്നെ സ്വഭാവമാണ്. അത് നമുക്ക് ഒരിക്കലും പകർന്നു കിട്ടുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും ദൈവത്തെ ആശ്രയിക്കേണ്ടി വരും. നമുക്ക് എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. ദൈവം അങ്ങനെയല്ല. ദൈവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. കാരണം ദൈവം മാറേണ്ട കാര്യമില്ല. ബിക്കോസ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഒരിക്കലും ഇനി മാറ്റം വരേണ്ട കാര്യമില്ല. മാറ്റം വരാൻ പാടില്ല. കാരണം എന്താ? മാറ്റം വന്നാൽ അതിനർത്ഥം എന്താ? ഇപ്പോൾ ഉള്ളത് പെർഫെക്ഷൻ അല്ലായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ പുതുതായിട്ട് വന്നത് പെർഫെക്റ്റ്. ഇഫ് സംതിങ് ഈസ് പെർഫെക്റ്റ് യു കനോട്ട് ഇംപ്രൂവ് ദാറ്റ്. അല്ലെ? നമുക്ക് ഒരിക്കലും അത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ദൈവം പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രകൃതം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കുറെ ഗുണങ്ങൾ ദൈവത്തിന്റെ മാത്രം. ഗോഡ് ഈസ് ഓംനി പ്രസന്റ്. എല്ലായിടത്തും ദൈവമുണ്ട്. നമ്മൾ ഒരിക്കലും എല്ലായിടത്തും വരാൻ പോകുന്നില്ല. നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും വിൽ ബി ഫൈനൈറ്റ് ബീയിങ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പെട്ടെന്ന് പോകാമായിരിക്കാം, പക്ഷെ എല്ലായിടത്തും ഒരുപോലെ വ്യാപിക്കാൻ നമ്മളെ കൊണ്ട് വരും. നമ്മളൊരു ഫൈനൈറ്റ് ബീയിങ് ആണ്. ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ നമ്മൾ ഉണ്ടാവും. ഒരേ സമയത്ത് അമേരിക്കയിൽ, ഇന്ത്യയിലും വരാൻ പറ്റില്ല. ഒരു മനുഷ്യന് സാധിക്കില്ല. ദൈവത്തിന് മാത്രമേ സർവ്വവ്യാപിത്വമുള്ളൂ. നമുക്ക് സർവ്വവ്യാപിത്വമില്ല. ഈവൻ വെൻ വി ആർ സ്പിരിച്വൽ ബീയിങ്സ് വിൽ ബി ലോക്കലൈസ്ഡ്. ഓക്കെ, നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവത്തെ ഒരിക്കലും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹി ഈസ് പ്രസന്റ് എവരിവെയർ ആൻഡ് ഹി ഈസ് ഓൾമൈറ്റി. എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ ഹിം. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകും. അപ്പൊ ദൈവം നമ്മളിലേക്ക് പകർത്താത്ത ചില ഗുണങ്ങളുണ്ട്. അത് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നില്ല. അല്ലെ? യേശുക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ ഈ പകർത്താത്ത ഒരു ഗുണവും നമ്മൾ കാണുന്നില്ല. അത് ദൈവം പ്രദർശിപ്പിക്കുന്നില്ല. അവൻ ദൈവമായിരിക്കെ തന്നെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുന്നില്ല. ഏതർത്ഥത്തിലാണ്? അവന്റെ ഡിവൈൻ ആട്രിബ്യൂട്ട്സ്, നമുക്ക് പകരാൻ പറ്റാത്ത ദൈവത്തിന് മാത്രമുള്ള ആട്രിബ്യൂട്ട്സ് അവൻ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നില്ല. അതായത് അവൻ അത് ഉപയോഗിക്കുന്നില്ല. അവന്റെ സർവ്വവ്യാപിത്വം അവൻ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. സർവ്വശക്തി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അവൻ ഒരു സമയത്ത് ഗലീലയിലുണ്ടായിരുന്നു, അടുത്ത സമയത്ത് ജെറുസലേമിലുണ്ടായിരുന്നു,
അവൻ സമരിയയിലോട്ട് പോകണമെങ്കിൽ അവിടെ അതേ സമയത്ത് പ്രത്യക്ഷനാവാൻ അവൻ പറ്റുമായിരുന്നു, പക്ഷെ അവൻ അത് ഉപയോഗിക്കുന്നില്ല. ഹി വാസ് നെവർ ഓംനി പ്രസന്റ്. അവൻ അങ്ങനെ ആയിട്ടില്ല. അവൻ ഒരിക്കലും അവന്റെ ശക്തി പ്രയോഗിച്ചിട്ടില്ല, ഇവൻ അറിവ് പോലും പ്രയോഗിച്ചിട്ടില്ല. കാലാവസാനത്തിന്റെ അടയാളം എന്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എന്ന് സംഭവിക്കും ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞ കാലങ്ങളെ കുറിച്ച് പിതാവിന് മാത്രം അറിയുള്ളൂ, എനിക്ക് അറിയില്ലെന്ന്. അതായത് ഹി കൺഫൈൻഡ് ഹിംസെൽഫ് ടു ടൈം. സമയത്തിനകത്തേക്ക് അവനെ താഴ്ത്തി കൊണ്ടുവന്നു. അവന്റെ സമയം എപ്പോൾ തീരുമെന്ന് അവന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൻ തന്നെ ഇറക്കിക്കൊണ്ടുവന്നു. അപ്പൊ ക്രിസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു ദൈവമായിരിക്കെ തന്നെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, ദൈവമായിരിക്കെ തന്നെ, ദൈവരൂപത്തിൽ തന്നെ ഇരിക്കെ ആ ഹെവൻലി ആട്രിബ്യൂട്ട്സ് ഒന്നും നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ അതിനെല്ലാം ഒഴിച്ചു കളഞ്ഞിട്ട് അവൻ ഒരു മനുഷ്യനായി കാണപ്പെട്ടു, ഹെൽപ്ലെസ് ആയി കാണപ്പെട്ടു, വീഴ്ചയുള്ളവനായി കാണപ്പെട്ടു. പക്ഷെ അവൻ അപ്പോഴും ദൈവമായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്? ദൈവത്തിന്റെ ഏതെല്ലാം ഗുണങ്ങൾ കാണുന്നുണ്ട്? യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ കുറെ ഗുണങ്ങൾ നമ്മൾ കാണുന്നു. അതെല്ലാം നമുക്ക് വേണ്ടി കർത്താവ് സമ്പാദിച്ചു കൊണ്ടുവന്നതാണ്, നമ്മളിലേക്ക് പകർത്താൻ വേണ്ടിയുള്ളതാണ്. അവൻ സത്യമായിരുന്നു, അവൻ ജീവനാണ്, നമുക്ക് ലഭിക്കും അല്ലെ? നമുക്ക് ലഭിക്കും. സത്യം നമ്മൾ അറിയും, നമ്മൾ സ്വതന്ത്രരാണ്. അവൻ ആത്മാവിൽ ചിന്തിച്ചു, നമുക്ക് ആത്മാവിനെ ലഭിച്ചു. അവന് പിതാവ് സ്വർഗത്തിലായിരുന്നു, നമുക്കും സ്വർഗത്തിൽ പിതാവിനെ ലഭിച്ചു. അവൻ നീതിമാനായിരുന്നു, നമുക്ക് ആ നീതി ലഭിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിൽ നമ്മൾ എന്തെല്ലാം കണ്ടോ, യേശു ക്രിസ്തുവിൽ നമ്മൾ എന്തെല്ലാം അറിഞ്ഞോ, അവനെ നേടേണ്ടതിന്, അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിലേഖനത്തിൽ പറയുന്നത് ക്രിസ്തുവിനെ നേടുമ്പോൾ ഇറ്റ്സ് എ ഹോൾസം പാക്കേജ്. അതിനകത്ത് നീതിയുണ്ട്, വീണ്ടെടുപ്പുണ്ട്, വിശുദ്ധീകരണമുണ്ട്, അവന്റെ സ്വഭാവമുണ്ട്, ദൈവത്തിന്റെ പ്രസാദമുണ്ട്, ആ സ്വർഗത്തിലെ ഭവനമുണ്ട്, തേജസ്സുണ്ട്. ഇതെല്ലാം ക്രിസ്തുവിനോട് കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്, ദൈവം നമ്മളിലേക്ക് പകരുന്നതാണ്. ഈ ഗുണങ്ങൾ നമ്മളിലേക്ക് പകരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അവന്റെ സ്നേഹം, അവന്റെ കരുണ, അവന്റെ സ്വഭാവം. പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹം എന്ന് പറയുന്നത് എന്ത് പ്രധാനമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. ലോകത്തിൽ 3 ഫിലോസഫീസ് ആണ് ടോട്ടലി ഉള്ളത്. ഒന്ന്, മനുഷ്യൻ സ്വതന്ത്രനായി ജീവിക്കണം എന്നുള്ള ഫിലോസഫി. അതിനാണ് ഇപ്പം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വലിയ പ്രാമുഖ്യമുള്ളത്. അതായത് മനുഷ്യൻ അവന് ഇഷ്ടമുള്ളത് ചെയ്യാം, അവന്റെ സ്വാതന്ത്ര്യം വേറൊരാളെ തടസ്സപ്പെടുത്താത്തോളം കാലം അവന് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം. ഓക്കെ, വെസ്റ്റേൺ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ ഡെമോക്രസീസ് എല്ലാം സ്വാതന്ത്ര്യത്തിന്റെ നാടുകളാണ്. മനുഷ്യ സ്വാതന്ത്ര്യമാണ് അവിടുത്തെ രാജാവ്. എന്നാൽ മതമാണ് അതിനെതിരെയുള്ള ഒരു ഫോഴ്സ്. മതം എപ്പോഴും മനുഷ്യനെ സ്വാതന്ത്ര്യം കൊടുക്കാതെ അടക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് തമ്മിൽ എപ്പോഴും വഴക്കാണ്, മതവും മനുഷ്യ സ്വാതന്ത്ര്യവും. അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എവിടെയും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി നിൽക്കുന്ന മതപ്രമാണങ്ങളാണ്. ശരിയാണല്ലോ? അപ്പൊ ലോകം മുഴുവൻ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുക. ഒന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന യൗവനക്കാരും, ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ ആഗ്രഹിക്കാത്ത പ്രായമുള്ള മതത്തിന്റെ ആൾക്കാരും. അല്ലെ? ശരിയല്ലേ? ലോകം മുഴുവൻ അങ്ങനെയല്ലേ? ഇപ്പോ ചില രാജ്യങ്ങളിൽ ഒട്ടും മനുഷ്യന് സ്വാതന്ത്ര്യമില്ല, എന്നാൽ വേറെ ചില രാജ്യങ്ങളിൽ മതമില്ല, ഭയങ്കര സ്വാതന്ത്ര്യം. ഇത് രണ്ടുമുള്ള മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷെ നിയമമില്ലായ്മയെ കുറിച്ചല്ല. എന്നാൽ അത് ന്യായപ്രമാണത്തെക്കുറിച്ച് അല്ല പറയുന്നത്, എന്നാൽ അത് നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൺഫ്യൂഷൻ ആയാലേ? ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഈ ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മാർഗം. അത് വേറെ, അത് രണ്ടും മറ്റ് രണ്ടിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുകയാണ്, വിശുദ്ധ ജീവിതം നയിക്കുവാണെങ്കിൽ അതിന്റെ മോട്ടീവ് സ്നേഹമാണ്. ഞാൻ ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ അതിന്റെ മോട്ടീവ് സ്നേഹമാണ്. എനിക്ക് നല്ലവനാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതായത് ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടിയല്ല. വേറെ രീതി പറഞ്ഞാൽ ഞാൻ ഭയപ്പെട്ടിട്ടുമല്ല. ഒരാളെ സ്നേഹിക്കുന്നത് ഭയപ്പെട്ടിട്ടല്ല, അതിന്റെ ഉള്ളിൽ കർത്താവ് എന്ന സ്വഭാവമാണ്. ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ള ദൈവിക മർമ്മമാണ് ക്രിസ്ത്യാനിറ്റി. അത് മറ്റ് ലോകത്തിലുള്ള എല്ലാ ഇസങ്ങളിൽ നിന്നും വ്യത്യാസം. ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ. നമ്മൾ എപ്പോഴും പറയത്തില്ല, റിലീജിയൻ എപ്പോഴും റെസ്ട്രിക്റ്റീവാണ്. എന്നാൽ കർത്താവ് അവന്റെ സ്വഭാവത്തെ ആത്മാവിലൂടെ നമുക്ക് പകരുക. ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് അവന്റെ സ്വഭാവത്തെ പകരുന്നത്. അവന്റെ സ്വഭാവമാണ് ശരിക്കുമുള്ള വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. യേശു ക്രിസ്തുവിനോട് ആരെങ്കിലും പറയണോ മോഷ്ടിക്കരുതെന്ന്? ദോഷമല്ലേ അങ്ങനെ പറയുന്നത് തന്നെ? അവന്റെ സ്വഭാവം നമുക്ക് വന്നാൽ നമ്മളോട് ആർക്കെങ്കിലും പറയേണ്ടി വരുമോ? പറയേണ്ടി വരില്ല. അതായത് നിയമത്തിന് അതീതമാണ് ക്രിസ്തുവിന്റെ ജീവൻ. അവൻ ന്യായപ്രമാണത്തിനും ശബത്തിനും എല്ലാം കർത്താവാണ്. അപ്പൊ ശരിക്കും ക്രിസ്ത്യൻ മാർഗം എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നമ്മുടെ സ്വഭാവം വേറെയാണ്. ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം,
ഒരു പശുവിന്റെ മുമ്പിൽ കുറച്ച് ഇറച്ചിക്കറി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പശു എന്ത് ചെയ്യും? ഞാൻ പശുവിനോട് പറയാം, എടാ നിനക്ക് എന്ത് വേണേലും കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പുറത്ത് പുല്ലുണ്ട്, ഇപ്പുറത്ത് ചിക്കൻ ഉണ്ട്, ബിരിയാണി ഉണ്ട്, പിന്നെന്താ വേണ്ടേ, പലതരത്തിലുള്ള സ്നാക്സ് വെച്ചിട്ടുണ്ട്. ഈ പശു എന്ത് തിന്നുള്ളൂ? പുല്ല് മാത്രമേ തിന്നുള്ളൂ. അതെന്താ അങ്ങനെ? അതവന്റെ സ്വഭാവം, അവനത് മതി. പുലിയുടെ മുമ്പ് കൊണ്ടുവച്ചാൽ പുലി മാംസം തിന്നും. നമ്മൾ നേരത്തെ പാപമേ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ആ പഴയ മനുഷ്യനെ ക്രൂശിട്ട് പുതിയൊരു മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ ഉരുവാക്കി. വിശ്വാസത്താൽ ജീവിക്കുന്ന പുതിയ മനുഷ്യൻ പുല്ല് തിന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ അവന് മറ്റേത് വേണ്ട, അല്ല പേടിച്ചിട്ടൊന്നുമല്ല. സ്വത്ത് വേണ്ട, ഭൂമി വേണ്ട, ലോകം വേണ്ട എന്നൊക്കെ ഒരു മനുഷ്യന് തോന്നുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയൊന്നുമല്ല. സ്വർഗത്തെ അതുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല ദൈവം. അവന് കർത്താവിനുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ തോന്നും. ലോകം വേണ്ട എന്ന് ഒരാൾക്ക് തോന്നണമെങ്കിൽ അവന് സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് സകലത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എല്ലാത്തും കൊണ്ടും പ്രയോജനമില്ല. അതായത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രമാണം, അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ എസെൻസ് എന്ന് പറയുന്നത്. അത് സ്നേഹമാണ്. 2 കൊരിന്ത്യർ 5:14 പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്താ നിർബന്ധിക്കുന്നത്? ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. സ്നേഹത്തിന്റെ നിർബന്ധമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഐ എം കമ്പൽഡ് ബൈ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ, ഒരു ജീവിതത്തിൽ ഇടപെടുമ്പോൾ, സഹോദരങ്ങളോട് ഇടപെടുമ്പോൾ എല്ലാം there is a compulsion of Christ's love. ഓക്കെ, ഒരു ഭർത്താവിന്റെ കൂടെ ഭാര്യ ജീവിക്കുന്നു, വളരെ അബ്യൂസീവ് റിലേഷൻഷിപ്പ് ആണ്. ഭാര്യയ്ക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പലരും അഡ്വൈസ് ചെയ്യുന്നുണ്ട്, പല ഫ്രണ്ട്സും അഡ്വൈസ് ചെയ്യുന്നുണ്ട്, നീ അവളോട് ജീവിക്കേണ്ട, മാറിക്കോ, ഡൈവോഴ്സ് ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഷീസ് കമ്പൽഡ് ബൈ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നോട്ട് ബിക്കോസ് ഓഫ് ഫിയർ, ഇയാളെ വിട്ടാൽ ഞാൻ എന്തായിത്തീരും, എന്റെ ജീവിതം എന്തായിത്തീരും പേടിച്ചിട്ടില്ല. ദാറ്റ് ലവ് ഫോർ ദാറ്റ് പേഴ്സൺ, അത് വേറൊരു സിസ്റ്റത്തിലും അഡ്വൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ കമ്പൽഷൻ ഓഫ് ക്രൈസ്റ്റ് ലവ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്? അതായത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ക്രിസ്തുവിന്റെ സ്നേഹം ആ മനുഷ്യനെ സ്നേഹിക്കാനാണ് നിർബന്ധിക്കുന്നത്? അതോ വേറെ എന്തെങ്കിലും ആണോ നമ്മൾ നിർബന്ധിക്കുന്നത്? അതായത് നാട്ടുകാരെന്ത് വിചാരിക്കും, ഒച്ചത്തിൽ സംസാരിച്ചാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അതാണോ? അതോ സ്നേഹമാണോ നമ്മൾ നിർബന്ധിക്കുന്ന നാട്ടുകാരാണോ? ആരാ നമ്മൾ നിർബന്ധിക്കുന്നത്? നമ്മുടെ ക്യാരക്ടർ എവിടെ നിന്ന് വരുന്നത്? ഭയമാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്? സ്വർഗത്തിൽ പോകുമെന്നുള്ള പേടി കൊണ്ടാണോ നിങ്ങൾ നന്നാവാൻ പോകുന്നത്? ഇതൊന്നും വിശദീകരണമല്ല. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമുക്ക് വരുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഇപ്പോൾ ഞാൻ ആ വിശുദ്ധീകരണത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ നിൽക്കുവാണ്. എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനേകം ആളുകളിലും തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയമാണ് എന്താണ് സാങ്ക്ടിഫിക്കേഷൻ, അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കമ്പൽഷനാണ്. അഗെയിൻ എ കമ്പൽഷൻ. വീണ്ടും വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കമ്പൽഷൻ എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ഇനി വ്യവസ്ഥാപിതമായത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറെ മുൻപോട്ട് പോയിട്ട് 2 പത്രോസിന്റെ ലേഖനം നമുക്ക് വായിക്കേണ്ടത്. അതായത് ഈ 2 പത്രോസിന്റെ ലേഖനത്തില് സാങ്ക്ടിഫിക്കേഷന്റെ ഒരു തിയറി ഉണ്ട്. അതായത് എന്താണ് പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, അതിന്റെ ധനം എവിടെ നിന്ന് വരുന്നു. ഇത് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ലെ പ്രാർത്ഥനയുടെ ഒരു റിഫ്ലക്ഷൻ ആണത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എഫേസ്യ ലേഖനം 3:16 എന്താണ് പ്രാർത്ഥിക്കുന്നത്? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്നതിനും ക്രിസ്തു വിശ്വാസങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീഴ്ചയും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധമായിട്ട് ഗ്രഹിക്കേണ്ടതിനും പരിജ്ഞാനത്തെ കഴിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയേണ്ടതിനും വരം ലഭിക്കണമെന്നും, അല്ലെ, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണമെന്നും പ്രാർത്ഥിക്കും. ഇതേ പ്രാർത്ഥന ഒരു റിഫ്ലക്ഷൻ ആണ് 2 പത്രോസില് പത്രോസ് പറയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 2 പത്രോസ് 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ രക്ഷിതാവ് ദൈവത്തിന്റെയും രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. റോമാലേഖനത്തിന്റെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ വാക്യം കോട്ട് ചെയ്തിരുന്നു. അതായത് ദൈവം നമുക്കൊരു ഫെയ്ത്ത് തന്നിട്ടുണ്ട്. ആ ഫെയ്ത്തിൽ നിന്നാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ തുടങ്ങുന്നത്. അതായത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫെയ്ത്ത് ജെന്യുവിൻ ആണെങ്കിൽ, യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ, അത് വിശുദ്ധീകരണത്തിന്റെ ആരംഭമാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്ന മോമെന്റിലാണ്,
വീണ്ടും ജനിക്കുന്ന മോമെന്റിലാണ് നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറയുന്ന ആ വിശുദ്ധീകരണം എന്ന പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഞാൻ ഇതിന്റെ ഒരു റഫ് ഡ്രാഫ്റ്റ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഞാൻ ഒരു റഫ് ഡ്രാഫ്റ്റ് വരയ്ക്കാൻ പോവാണ്. ഞാൻ ഈ ലെവലിൽ ഇങ്ങനെ കിടക്കുകയാണ്, താഴത്തെ ലെവലിൽ കിടക്കുകയാണ്. കണ്ടോ, വര കണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ രക്ഷാനുഭവം പ്രാപിക്കുന്നു. അപ്പൊ എനിക്ക് കർത്താവിന്റെ ഭയങ്കര സ്നേഹമല്ലേ കുറെ നേരത്തേക്ക്? നിങ്ങൾ രക്ഷിക്കപ്പെട്ട കാലം ഓർമ്മയുണ്ടോ? ഭയങ്കര സ്നേഹം, കുറെ നാളത്തേക്ക് പ്രാർത്ഥന, ബൈബിൾ നിലത്ത് വെക്കുകയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതൊരു ഈ പൊസിഷനിൽ നിന്ന് ഒരൊറ്റ ചാട്ടമായിരുന്നു, ഒരു ഹൈ ലെവലില്. നമുക്ക് ഭയങ്കര, നമ്മൾ വിചാരിക്കുന്നത് ഇതിങ്ങനെ മുകളിലോട്ട് അങ്ങ് പോകുന്ന നമ്മുടെ ചിന്ത അല്ലെ, ഇങ്ങോട്ട് മുകളിലോട്ട് ഒറ്റ പോക്കായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇങ്ങനെയാവും. ഓക്കെ, പിന്നെ ഒരു ഇത്തിരി കൂടെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ കുറച്ച് മുമ്പോട്ട്. പിന്നെ വഴിയിൽ വെച്ച് പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ വണ്ടിയുടെ കാര്യം, സ്പീഡിന്റെ കാര്യം, ലൈസൻസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കള്ളം പറയേണ്ടത് അയ്യോ താട്ട്. പിന്നെ അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുകളിലുണ്ട്. പിന്നെ ഒരു വീട്ടിലൊരു വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പം പിള്ളേർ 2 വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ. പിന്നെ കുറെ നാള് പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടന്നു താട്ട് വന്നു. അവസാനം ഒരു അടി കിട്ടിയപ്പോൾ നേരെ മുകളിലുണ്ട്. നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ ജീവിതം ആരുടെയാണ്? നമ്മുടെയൊക്കെ അവസ്ഥയത്. അങ്ങനെ മുകളിലോട്ട് വന്ന് പിന്നെ കുറെ നേരം ഇങ്ങനെ പോയി, പ്രായമായി, പിന്നെ കുറെ പ്രാർത്ഥനയൊക്കെ ആയി, അവസാനം മരിച്ചു. ഇങ്ങനെ ഇരിക്കും സാങ്ക്ടിഫിക്കേഷന്റെ ഗ്രാഫ് ആരുടെ നോക്കിയാൽ. ഇയാളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു കോറിലേഷൻ കണ്ടുപിടിക്കും. ആള് മുമ്പോട്ടാണ് പുറകോട്ടാണ്. നമ്മൾ എത്ര ചാടിയാലും തുള്ളിയാലും നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആടി കൊടുത്തും പൊട്ടിച്ചായാലും മുകളിൽ എത്തിക്കുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അതെനിക്ക് വേറെ വഴിയൊന്നും. എന്റെ ജഡത്തിലേക്ക് നോക്കിയാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഇടയ്ക്ക് ചാടും, ഇടയ്ക്ക് എഴുന്നേക്കും. ഇങ്ങനെയാണോ നിങ്ങള്? അതോ രക്ഷിക്കപ്പെട്ടെന്നോട്ട് ഒരൊറ്റ പോക്കായിരുന്നോ? അന്നൊരു വലിയ ജമ്പായിരുന്നു, പിന്നെ കുറെ നാൾ അതിന്റെ ഓർമ്മ പോലും ഇല്ല. ഇങ്ങനെയാണ്. ഇതൊരു എല്ലാവരുടെയും ലൈഫല്ല, ഒരു ടിപ്പിക്കൽ ലൈഫ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ വിശുദ്ധീകരണത്തിന്റെ ആ പ്രോസസ്സിൽ പലപ്പോഴും കയറ്റിയിറക്കങ്ങളും ഡിസപ്പോയിന്റ്മെന്റ്സും എല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഈ യാത്ര ഉപേക്ഷിക്കരുത്. കാരണം ഇത് വളരെ പ്രതിഫലമുള്ള ഒരു യാത്രയാണ്. കർത്താവിന്റെ വഴിയെ പോകുന്ന യാത്ര വളരെ പ്രതിഫലമുള്ളതാണ്. എന്താ പ്രതിഫലം എന്നറിയാം? അവൻ നമ്മളിൽ വാഴും എന്നുള്ളതാണ് ആ പ്രതിഫലം. നമ്മളിൽ ക്രിസ്തുവിന്റെ ജീവൻ വാഴും. വി വിൽ ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. അതാണ് അതിന്റെ പ്രതിഫലം. ഓക്കെ, അപ്പൊ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്താ സംഭവിക്കുന്ന അറിയോ? അതും കൂടെ പറഞ്ഞേക്കാം. ഈ മരിക്കുന്നതോടുകൂടി നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഓട്ടം തീർന്നു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ആ മരിക്കുന്ന മോമെന്റിൽ നമ്മൾ നേരെ ആ മോമെന്റിൽ നമ്മൾ ഇങ്ങനെയാണ് പെർഫെക്റ്റ്. ഇത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്വം. നമ്മുടെ ഓട്ടം എങ്ങോട്ടാണോ ആ ലക്ഷ്യം കർത്താവ് കംപ്ലീറ്റ് ചെയ്യണം. ഈ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ബൗൾ ചെയ്യുമ്പം LBW എന്ന് പറഞ്ഞൊരു പരിപാടി. നിങ്ങൾ എത്ര പേര് ക്രിക്കറ്റ് കളിക്കുന്ന എനിക്കറിയാൻ വയ്യ. കളിക്കില്ലെന്ന് എനിക്കറിയാം ഇപ്പം, കാരണം നമ്മൾ ഭയങ്കര ഭക്തന്മാരാണ്. പണ്ട് ചെറുപ്പത്തിലെ കളിക്കുകയോ കാണുകയൊക്കെ ചെയ്യുമല്ലോ, കാണുന്നുണ്ട് കുഴപ്പം. ഓക്കെ, അപ്പോ ഈ ബോൾ ഒരാൾ എറിയുന്നു, അതിന്റെ ഫ്രണ്ടിൽ ബാറ്റ്സ്മാൻ നിൽക്കുന്നു. നിങ്ങൾ വിചാരിക്കും TV തുറന്നാൽ ഇതിപ്പം പ്രസംഗം കേൾക്കാൻ പോയാൽ ഇത് ഉള്ളല്ലോ നിങ്ങൾ വിചാരിക്കരുത്. ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ബൗളർ ബോൾ ചെയ്യുമ്പം ഇത് വിക്കറ്റിൽ കൊള്ളുന്നതിന് പകരം, സ്റ്റമ്പിൽ കൊള്ളുന്നതിന് പകരം മുമ്പിൽ നിൽക്കുന്ന ബാറ്റ്സ്മാന്റെ കാലിൽ കൊള്ളുന്നു. അമ്പയർ ഔട്ട് വിളിക്കും. അപ്പൊ വേണമെങ്കിൽ പറയാം, സ്റ്റമ്പിലൊന്നും കൊണ്ടില്ലല്ലോ, കാലിലല്ലേ കൊണ്ടത്, കാലിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? കാലിൽ കൊണ്ടതിന് എന്തിനാ ഔട്ട് വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പയർ പറയും, ഇത് കാലിൽ കൊണ്ടില്ലായിരുന്നുവെങ്കിൽ വിക്കറ്റിൽ കൊള്ളുമായിരുന്നു. അതിങ്ങനെ വരച്ചു കഴിഞ്ഞു. ഹോക്കായി എന്ന് പറയും അല്ലെ. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ അമ്പയർ ആയിരുന്നു. ഓക്കെ, കാരണം എന്നെ കൊണ്ട് ആരും, എനിക്ക് തടി കൂടുതലായതുകൊണ്ട് കളിപ്പിക്കില്ല. അതെന്നെ അമ്പയർ ആയിരുന്നു. അപ്പൊ നിയമങ്ങളെല്ലാം ഞാൻ അങ്ങനെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് നേരെ ഇയാളുടെ കാലിൽ തട്ടുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണും, അത് നേരെ പോവുമായിരുന്നുവെങ്കിൽ. അപ്പൊ നമ്മൾ ഈ മോമെന്റിൽ മരിച്ചു പോകുമ്പോഴും നമ്മുടെ ഓട്ടം എങ്ങോട്ടായിരുന്നു? ക്രിസ്തുവിലേക്കായിരുന്നുവെങ്കിൽ അതിനർത്ഥം ബാക്കിയുള്ളത് ഓടിയതായിട്ടാണ് ആ ഫെയ്ത്തിൽ കണക്കൂട്ടപ്പെടുന്നത്.
നമ്മുടെ ലക്ഷ്യം വേറെ ആരെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു നീതിയാണെങ്കിൽ, നമ്മൾ ഒരിക്കലും ക്രിസ്തുവിന്റെ വിരുന്ന് പ്രാപിക്കുന്നില്ല. ക്രിസ്തുവിന്റെ വിരുന്ന് നമ്മൾ പ്രാപിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് ഓടുമ്പോഴാണ്. ആ ഓട്ടം എവിടെ വെച്ച് വേണമെങ്കിലും നിന്ന് പോവാം. ഇപ്പം ഞാൻ നിന്ന് പോവാം, കർത്താവേ ഇപ്പം ഞാൻ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിക്കും സ്വർഗത്തിൽ പോവോ? ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചാണെങ്കിൽ അത് LBW പോലെയാണ്. അത് എവിടെ കൊള്ളുമെന്ന് കർത്താവിന് അറിയാം, എങ്ങോട്ടാ വരുന്നതെന്ന് കർത്താവിന് അറിയാം. സമ്മതിച്ചോ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്തിൽ നമ്മൾ എപ്പോഴും ക്രിസ്തുവിലേക്കാണ് നോക്കിക്കൊണ്ടേ. ആ ഫെയ്ത്ത് ആണ് നമ്മളെ സ്പെഷ്യലാക്കി മാറ്റുന്നത് എല്ലാ സമയത്തും. സാങ്ക്ടിഫിക്കേഷൻ ഇസ് കംപ്ലീറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. ഈ സാങ്ക്ടിഫിക്കേഷന്റെ പ്രോസസ് എന്ന് പറയുന്നത്, ഞാൻ ഒരു പിക്ചർ കൂടെ വരച്ച് നിങ്ങളെ കാണാം. എന്നെ നിങ്ങൾ മറന്നുപോയാലും, ഈ പ്രസംഗം മുഴുവൻ മറന്നുപോയാലും, ഈ പിക്ചറുകൾ നിങ്ങൾ ഓർത്തിരുന്നാലും പരീക്ഷ വരുമ്പോൾ പ്രയോജനപ്പെടും. ഏത് പരീക്ഷ? ഫൈനൽ എക്സാമിനേഷൻ അല്ല, ജീവിതത്തിൽ അനുദിനം നേരിടുന്ന പരീക്ഷ. ഓക്കെ, ഒരു പിക്ചറിൽ വരയ്ക്കാം. ഇതങ്ങ് മാച്ച് കളഞ്ഞേക്കാം. ഓക്കെ, ഞാൻ പതിവായിട്ട് വരയ്ക്കുന്ന ഒരു പിക്ചറാണ്, ഒരിക്കൽ കൂടി വരയ്ക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഒരു മനുഷ്യൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇതവന്റെ സ്പിരിറ്റ്, ഇതവന്റെ സോൾ, ഇതവന്റെ ബോഡി. ഈ സാങ്ക്ടിഫിക്കേഷൻ വേറെ രീതിയിൽ കാണുകയാണെ. ഓക്കെ, അപ്പോ നമ്മളെല്ലാം വീണ്ടും ജനിച്ചപ്പോൾ ഇത് മൂന്നും നമ്മുടെ ഉള്ളിലുണ്ട്. എന്തൊക്കെയുണ്ട്? ആത്മാവുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, സോൾ ഉണ്ട്, ബോഡി ഉണ്ട്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതുക്കെ പതുക്കെ ഈ ശരീരത്തിന്റെ ഭാഗം, അതായത് ഈ ശരീരത്തിന്റെ, 1 സെക്കൻഡ്, ഈ ശരീരം പതുക്കെ പതുക്കെ നിർവീര്യമാവുകയും അതിന്റെ വികാരങ്ങളെ നമ്മുടെ മൈൻഡ് തള്ളിക്കളയുക, റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്, അതായത് ശരീരത്തെ യാഗമാക്കുന്നു. പതുക്കെ പതുക്കെ ഈ സ്പിരിറ്റിൽ നിന്നുള്ളത് എങ്ങനെയാ കാണിക്കുക? ഓക്കെ, സ്പിരിറ്റിൽ നിന്നുള്ളത് സോളിലേക്ക് വരികയും, സ്പിരിച്വൽ തോട്ട്സ്, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ നമുക്ക് വേണ്ടാന്ന് തോന്നുകയും ആത്മാവ് തരുന്ന കാഴ്ചകളെ ഭംഗിയുള്ളതായി മനസ്സ് സ്വീകരിക്കുകയും ആനന്ദത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ശരിക്കും വിശുദ്ധീകരണം. ഓക്കെ, ഞാൻ നിങ്ങളുടെ മുഖം ഒന്നുകൂടെ കണ്ടോട്ടെ, ഷെയറിങ് ചെയ്യുമ്പോൾ എല്ലാവരും കാണാൻ പറ്റും. ഒന്നുകൂടെ പറയാം. അതായത് ശരീരം നമ്മളോട് പലതും ഡിമാൻഡ് ചെയ്യും. ആ ഹോർമോണുകൾ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കും, ദേഷ്യപ്പെടാൻ ഇങ്ങനെ വരും ശരീരത്തിൽ. അപ്പം ആത്മാവ് തരുന്ന ഒരു ഉൾക്കാഴ്ച ആ സമയത്ത് നമ്മുടെ മൈൻഡിന് ആത്മാവ് സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരീരം ബലഹീനമായെന്നതിന്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം. ഒരു വീട്ടിലൊരു അപ്പനും അമ്മയും ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പനും അമ്മയ്ക്ക് ഒരു മകനുണ്ടെന്ന് വിചാരിച്ചോ. അപ്പനും അമ്മയും സംസാരിച്ചോണ്ടിരിക്കുമെന്ന് വിചാരിച്ചു. മകൻ ആര് പറയുന്ന കേൾക്കും? മകൻ ആര് പറയുന്ന കേൾക്കും? ആരാണോ ബലമുള്ളത് അവർ പറയുന്ന കേൾക്കും, അല്ലേ? ഓക്കെ, അതുപോലെ നമ്മുടെ ശരീരം ബലഹീനമാവുകയും ആത്മാവ് സ്ട്രോങ് ആകുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഫോളോ ചെയ്യുന്നത് ആത്മാവിനെ ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ആത്മീക സ്വഭാവം ഉണ്ടാകുന്നത്.
ഈ ആത്മീക സ്വഭാവം എന്ന് പറയുന്നത്, വിശുദ്ധീകരണം എന്ന് പറയുന്നത്, ആത്മാവ് നമുക്ക് തരുന്ന ഒരു ദിവ്യ സ്വഭാവമാണ്. അത് ക്രിസ്തുവിന്റെ ഉൾക്കാഴ്ചകളാണ്. അത് പതുക്കെ പതുക്കെ നമ്മുടെ മൈൻഡിനെ നിറച്ച് അവസാനം ശരീരത്തിന്റെ പാഷൻസ് കൊണ്ട് അതിൽ ജീവിക്കാൻ പറ്റാതാവും. എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ സ്പിരിറ്റും സോളും കൂടെ, അതായത് ഈ രണ്ട് ഭാഗങ്ങൾ, ഒരു മിനിറ്റ്, ഓക്കെ, ഈ രണ്ടും കൂടെ ഒന്നാവുകയും, അതിനാണ് ഞാൻ എന്ന് പറയുന്നത്, വീണ്ടെടുക്കപ്പെട്ട ഞാൻ. ഈ ബോഡിയെ ഇവിടെ വിട്ടിട്ട് ഈ ഭൂമിയിൽ വിട്ടിട്ട് നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് പറന്നുപോയി. അപ്പൊ ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ സോളും സ്പിരിറ്റും കൂടെ ഒന്നായി. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം, ഓക്കെ, അത് ശരിയാവുന്നില്ല. ഈ ഞാൻ എന്ന് പറയുന്നത് എന്തോ, ഈ ശരീരമോട് വിട്ടു കഴിഞ്ഞാൽ ഒരു ഞാനുണ്ട്. ഈ ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഞാനാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ ആത്മാവും, മരിക്കുമ്പോൾ എൻ്റെ പ്രാണനും വീണ്ടെടുക്കപ്പെടുകയും കർത്താവിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അതൊരു സാങ്ക്ടിഫിക്കേഷന്റെ കംപ്ലീഷനാണ്. അതായത് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സാൽവേഷൻ ഓഫ് അവർ സോൾ, മൈൻഡ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ദ സാൽവേഷൻ ഓഫ് അവർ സ്പിരിറ്റ്, ആത്മരക്ഷ. അതിനെയാണ് നമ്മൾ നീതീകരണം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ മക്കളാക്കി കണ്ടു, നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചു. ഇനി പതുക്കെ പതുക്കെ നമ്മുടെ മൈൻഡിനെ, സോളിനെ രക്ഷിക്കുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്ന വാക്യങ്ങളും ബൈബിൾ വചനങ്ങളെല്ലാം എന്തിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്? നമ്മുടെ സോളിനെ, പ്രാണനെ വിടുവിക്കാൻ വേണ്ടിയുള്ളതാണ്, രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് പതുക്കെ പതുക്കെ ആത്മാനുരൂപമായി മാറുകയും, വിശുദ്ധീകരണം കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ മരിക്കുകയും കർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞു പോകും. ഇപ്പൊ ഞാനെന്ന് പറയുന്ന മരണസമയത്ത് സെപ്പറേറ്റ് ആയി ഈ മണ്ണിലേക്ക് നമ്മുടെ ശരീരത്തെ വിട്ടുകളഞ്ഞിട്ട് നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വിശദീകരിക്കപ്പെടാൻ പറ്റിയല്ല. കർത്താവിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകർത്തപ്പെട്ടു കഴിഞ്ഞു. എന്തുമാത്രം നമ്മൾ ആത്മാവിൽ നടന്നോ അത്രമാത്രം വിശുദ്ധീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തിന്റെ അവസാനം കണക്കെടുക്കുന്നത് എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല, എന്ത് വിദ്യാഭ്യാസം നേടി എന്നുള്ളതല്ല, ഈ ലോകത്തിൽ ആരെങ്കിലും എന്നെ ഓർക്കുമോ എന്നുള്ളത് പോലും അല്ല. എൻ്റെ അപ്പനും അമ്മയും മറന്നുപോയേക്കാം, എൻ്റെ മക്കൾ മറന്നുപോയേക്കാം, മൈൻഡ് ചെയ്തില്ലെന്ന് വരാം. പക്ഷെ എനിക്ക് വിലയുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, എന്തുമാത്രം ഞാൻ സ്വർഗത്തിലെ സമ്പത്ത് നേടി, ക്രിസ്തുവിനെ എന്തുമാത്രം നേടി എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ അവസാനം പോയി നിൽക്കും. അതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ സഭകളുടെ എല്ലാ ഉദ്ദേശം നമുക്ക് ലൗകികമായി സമ്പത്തുണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മൾ എല്ലാവരും അവന്റെ വിശുദ്ധി പ്രാപിക്കുമാറ് ബാലശിക്ഷയിലൂടെ സ്ഥിരപ്പെട്ട് കർത്താവിന് പ്രസാദമുള്ള ഒരു യാഗമായി അവന്റെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ലക്ഷ്യം. അതിനുവേണ്ടിയാണ് സഭ നിലനിൽക്കുന്നത്. ഓരോ സഭയുടെ ഉദ്ദേശം അതാണ്. ഇന്ന് മിക്കവാറും സഭകളെല്ലാം ഒരു ക്ലബ്ബ് പോലെയാണ്. നമുക്ക് വെളിയിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ളത്. ഈ ചായക്കട ക്ലബ്ബ്, അവിടെ ഒന്നും പോയി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു കൂട്ടായ്മ വേണം, നമുക്കൊന്ന് പ്രാർത്ഥിക്കണം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണം, നമുക്ക് പിന്നെ ശവസംസ്കാരം നടക്കണം എവിടെയെങ്കിലും, അല്ലെങ്കിൽ കല്യാണം നടക്കുമ്പം IPC ആണെങ്കിൽ കുറച്ച് IPC എന്നുള്ള ആലോചനകളൊക്കെ കിട്ടും. വെളിയിൽ പോയ IPCക്കാർ കെട്ടിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളൊരു ചർച്ചിൽ നിൽക്കുമ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം കിട്ടിയാലും ഈ കർത്താവിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ മാത്രം ധനവാന്മാരാവുകയും സ്വർഗത്തിന്റെ സമ്പത്തിനെ കുറിച്ച് ഒന്നും ഇല്ലാത്തവരായും പോകും. ഇന്ന് ഒരു സഭകളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര വേദന. ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്നുള്ളൊരു വിഷയം തുറക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ലെന്നോ. ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ് ബൈ, ഇറിറ്റേഷൻ ഉണ്ടാവുക യേശുവിന്റെ ജീവനിൽ. അപ്പൊ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമുക്കൊരു ടാർഗറ്റ് അല്ലാതെ, നമുക്കൊരു നല്ല IPC ചർച്ച അല്ലെ, ചർച്ച് ഓഫ് ഗോഡ് അല്ലെ,
ഒരു നല്ല പെന്തക്കോസാണ്. ക്രിസ്തുവിനെ നേടാതെ എന്ത് പ്രയോജനം? ഓക്കെ. അപ്പോൾ ഈ സാങ്ക്ടിഫിക്കേഷന്റെ ആ ഒരു തലം എന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഏത് സമയത്തും നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാം. ഏത് സമയത്തും വി വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ഹിസ് പ്രസൻസ്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ സ്പീഡിൽ സംഭവിക്കാം. ഭയമുണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ അവന്റെ മുമ്പിൽ നിൽക്കും. പിന്നെ എന്ത് ഭയം? ഹി ഹാസ് സേവ്ഡ് മീ. പിന്നെ എന്ത് ഭയം? ഞാൻ അവനെ ലക്ഷ്യമാക്കി ഓടുന്നു. പൂർത്തിയായില്ല, പക്ഷെ കർത്താവ് എന്നോട് കരുണ വേണം. ഞാൻ വിശ്വസിക്കുന്നു അവന്റെ കരുണയിലാണ് എനിക്ക് എന്നേക്കാളും വിശ്വാസം. ഐ ട്രസ്റ്റ് ഇൻ ഹിസ് ഗ്രേസ് മച്ച് മോർ ദാൻ ഐ ട്രസ്റ്റ് മൈസെൽഫ്. ഓക്കെ. അപ്പോൾ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്കൊരു പുതിയ സ്വഭാവം കർത്താവ് തരുന്നതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹോളി, കംപ്ലീറ്റ്ലി എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇനി നമുക്ക് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട ചില പ്രധാനപ്പെട്ട തോട്ട്സിലേക്ക് 2 പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും വരാം. അവിടെ പറയുന്നത് 3-ാം വാക്യം ഞാൻ നേരത്തെ ഒരിക്കൽ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നവർ. എങ്ങനെ ജീവിക്കാൻ വേണ്ടിയാ ഞാൻ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അത് പറയാൻ ഞാൻ പ്ലാൻ ചെയ്ത് വന്നതല്ല, ഇതും പറയാൻ പ്ലാൻ ചെയ്ത് വന്നതല്ല, പക്ഷെ അത് യാദൃശ്യ വന്നതാണ്. നമ്മളെ ദൈവം നടത്തുന്നു. ആ നടത്താൻ ആവശ്യമായ ധനം മുഴുവൻ ഒരു കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാല് ആ കൊച്ച് പറയും എന്റെ അപ്പനും അമ്മയാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നല്ലേ. അങ്ങനെ പറയും. എന്തൊക്കെ അപ്പനും അമ്മയെ കൊടുക്കുന്നു? ഒരു കൊച്ചിന് എന്തൊക്കെ കൊടുക്കും? കെയർ, സ്നേഹം, പ്രൊട്ടക്ഷൻ, പൈസ, സ്കൂളിൽ പോകുന്ന ഫീസ്, ഡ്രസ്സ്, ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ്. അത് ക്യാഷ് മാത്രമല്ല, സമയം, ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ ധനം മാതാപിതാക്കൾ നമ്മളെ നടത്തി ഒരു കാലത്ത്. ഇപ്പൊ നമ്മൾ നമ്മുടെ പിള്ളേരെ നടത്തുന്നു. എന്നാൽ കർത്താവ് നമ്മളെ നടത്തുന്നത് വേറൊരു ധനം വെച്ചാണ്. അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ നടക്കാൻ വേണ്ട ധനമാണ്. ആ ധനം ലോകത്തിൽ ലഭിക്കില്ല. അത് എവിടെ നിന്ന് ലഭിക്കുള്ളൂ? അവന്റെ പരിജ്ഞാനത്തിൽ ലഭിക്കുള്ളൂ. ദാറ്റ് റിച്ചസ് കം ഫ്രം ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ അവന്റെ പരിജ്ഞാനം, അവന്റെ അറിവ് എന്നിലേക്ക് വരുമ്പോൾ അങ്ങനെ ജീവിക്കാനുള്ള എല്ലാ റിസോഴ്സസും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് സാങ്ക്ടിഫിക്കേഷന്റെ ഡിസ്കഷൻ ആണ്. ടു ലിവ് ഹിയർ വി നീഡ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ. ഓക്കെ. അപ്പൊ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ ഭാഗങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. അടുത്ത വാക്യം പറയാണ്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പൊ വിശുദ്ധീകരണത്തിന് വേറൊരു വാക്യത്തിൽ നിർവചിച്ചാൽ അതിങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടായ്മ. കൂട്ടാളികൾ. നമ്മൾ അവന്റെ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണ് എങ്കിൽ, അവന്റെ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണെങ്കിൽ നമ്മൾ വിശദീകരിക്കപ്പെടുന്നത്. ഇറ്റ്സ് അബൌട്ട് ഹിസ് ക്യാരക്ടർ. ഇത്രയേ ഉള്ളൂ. ക്രിസ്തുവിന്റെ സ്വഭാവത്തെ സംബന്ധിക്കുന്നതാണ് വിശദീകരണം. സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഓൾ അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ. അപ്പോൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം എബ്രായ ലേഖനത്തിൽ പറയുന്ന 12:10 പറയുന്നത് നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത്, അവന്റെ സ്വഭാവം, അവൻ അനുരൂപരായി മാറേണ്ടത്. വേദപുസ്തകം മുഴുവൻ പറയുന്ന ക്രിസ്തുവിനെ നമ്മളിലൂടെ പ്രസന്റ് ചെയ്യുന്ന അവനെ പോലെ ആകേണ്ടതിന്, അവന്റെ തേജസ് പ്രാപിക്കേണ്ടതിന്, അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത്, സ്വഭാവം ലഭിക്കേണ്ടതുണ്ട്, ക്യാരക്ടർ. ആൻഡ് ദാറ്റ്സ് പ്രൊവൈഡഡ് ടു us ബൈ ദ ഹോളി സ്പിരിറ്റ്. അത് വിശ്വാസത്താൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവിക അനുഗ്രഹമാണ്. അത് ഓരോ ദിവസവും നിമിഷവും നമുക്കത് അനുഭവിക്കാൻ കഴിയുമെന്നാണ് വാഗ്ദത്തം. അടുത്ത വാക്യം പറയാണ്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ചു. അപ്പൊ ഇത് ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മളിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ്? ഉത്സാഹം കഴിച്ച്, വിശ്വാസം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞിട്ടൊരു അപ്പോസ്റ്റലിക് ഫെയ്ത്ത്, വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളും. ഇതിങ്ങനെ കൂടി 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 ക്യാരക്ടർ ബിൽഡായി. നമ്മൾ ഈ നാട്ടിലെ, ഈ ലോകത്ത് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ വിശ്വാസത്തോട് വീര്യം കൂട്ടാൻ പറ്റിയല്ല. അല്ലെ? പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ പിള്ളേരുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടാൻ പറ്റുകയല്ല. വീര്യത്തോട് പരിജ്ഞാനം കൂട്ടാൻ പറ്റുമോ? ഇന്ദ്രിയജയം കൂട്ടാൻ പറ്റുമോ? ഒന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമ്മുടെ പേരന്റിങ് വളരെ പരിമിതമാണ്. നമുക്ക് വളരെ കുറച്ച് ഇൻസ്ട്രക്ഷൻസിലൂടെ കുറച്ച് റെസ്ട്രിക്ഷൻ മാത്രമേ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റൂ. എന്നാൽ ക്രിസ്തുവിന്റെ സ്വഭാവം അവനിലേക്ക് പകരുന്നത് ആത്മാവ് മാത്രം.
അതുകൊണ്ട് പിള്ളേരെ വളർത്തുന്ന കാര്യം പുതിയ നിയമത്തിൽ പറയുന്നത് പത്യോപദേശത്തിൽ വളർത്തുക, ആത്മാവ് വരെ പഠിപ്പിക്കുന്ന രീതിയിൽ വളർത്തും. അവരിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടാകട്ടെ. അപ്പം മനുഷ്യർക്ക് പേടിയാ, അപ്പനന്മാർക്ക് പേടിയാ. കാറ്റ് പോലെ എങ്ങാനും ആയിപ്പോയി ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ, സുവിശേഷ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടായിരുന്നു പേടിയാ. ശരിക്കും കർത്താവിനെ സമർപ്പിക്കാൻ പേടിയാണ്. നമ്മുടെ പിള്ളേരെ സമർപ്പിക്കാൻ ധൈര്യമുണ്ടോ? കർത്താവെ കാറ്റുപോലെ നീ എവിടെയേലും കൊണ്ടുപോക്കോ എന്ന് പറയോ? എവിടെ? കർത്താവെ സമർപ്പിക്കുന്നു, നീ ഇവനെ അനുഗ്രഹിച്ച് എന്റെ ഷേപ്പിലാക്കി തരണേന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ചെറുപ്പം. നമ്മളങ്ങനെ പറയുന്നില്ലെങ്കിലും ശരിക്കും കർത്താവിന് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു നോക്കി, പിന്നെ നമ്മൾ ഇടപെടാൻ പോരുത്. ദൈവം അവനെ സമർപ്പിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടെങ്കിൽ ഈ ശിശു സമർപ്പണം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ അർത്ഥശൂന്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സമർപ്പിക്കാൻ എന്നുള്ള കഴിവ് നമുക്കില്ല, റിയലി ഇല്ല. അവന്റെ ഉള്ളിൽ വിശ്വാസം വരാതെ അവനോട് സമർപ്പിക്കാനും പോകും. പിന്നെ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് താങ്ക്സ് ഗിവിങ് ചെയ്യും. കർത്താവ് കുഞ്ഞിനെ തന്നതിനായിട്ട് സ്തോത്രം പറയും, കർത്താവിനെ നേരെ ചൊവ്വേ വളർത്താനുള്ള കൃപ തരണേന്ന് പറയും. അല്ലാതെ ഇവനെ സമർപ്പിക്കാൻ അവൻ ഞാനല്ലല്ലോ, അവൻ ഞാനല്ല, അവൻ വേറൊരു വ്യക്തിയാണ്. അവൻ ഞാനല്ലാത്ത സ്ഥിതിക്ക് എന്നെ തന്നെ എനിക്ക് സമർപ്പിക്കാൻ പറ്റുന്നില്ല. ഉള്ള സത്യം ഞാൻ പറയും. എന്നെ കർത്താവ് നല്ല പൊട്ടി തന്നിട്ട് ഇങ്ങനെയെങ്കിലും ആക്കി ഞാൻ സമർപ്പിച്ചു തന്നു. ഈ സമർപ്പണം എന്ന് പറയുന്നത് ഉണ്ടാക്കി എടുത്തതാ അടിച്ച്. പക്ഷെ അപ്പോഴും സമർപ്പിക്കണം എന്നാ കമാൻഡ്. അത് ഞാൻ സമ്മതിച്ചു, നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ സമർപ്പണം ജയിക്കണമെങ്കിൽ നമ്മൾ നല്ല തല്ലുകൊള്ളണം. എന്റെ അവസ്ഥ ഇതായിരിക്കുമ്പോ ഞാൻ എന്റെ കൊച്ചിനെ കൂടെ സമർപ്പിച്ചാൽ, സഹോദരങ്ങൾ, അത് വേറൊരാളാ. അവൻ ഞാനല്ല, അവനല്ല ഞാൻ. അപ്പൊ നമുക്ക് താങ്ക്സ് ഗിവിങ് പറഞ്ഞിട്ട് പറയാം, കർത്താവ് നേരെ വളർത്താനുള്ള കൃപ തരണേ, വഴിതെറ്റി പോകാതെ കാത്തു സൂക്ഷിക്കണേ, ഇത്രയൊക്കെ പറയണം. എന്നാ ഇങ്ങനെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയേ, ഞാൻ അവനെ കർത്താവിനെന്ന് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനെ സമർപ്പിച്ചതായിരിക്കണം. അപ്പൊ കർത്താവ് എങ്ങനെ കൊണ്ടായാലും പരാതി പറയാം. വിശ്വസിക്കണം അങ്ങേയറ്റം. ദൈവം നോക്കിക്കോളും, ഞാൻ അവന് കൊടുത്തതല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് പുറകെ പോകുന്നത്? അവൻ കാറ്റുപോലെ വീശട്ടെ. ഞാനിത് പറഞ്ഞു വന്നത്, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പിള്ളേരെ വളർത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ആത്മീകമായ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ, ആത്മാവിന് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ പിള്ളേരെ വളർത്തല് ബേസിക്കലി ആത്മാവിൽ നടക്കേണ്ട, പത്യോപദേശത്താൽ നടക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും അവരെ വളർത്താൻ പറയാം. അപ്പൊ പത്യോപദേശം അവരെ ക്രിസ്തുവിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പൊ ഇങ്ങനെ യേശുവിന്റെ സ്വഭാവം ഓരോന്ന് ആത്മാവിൽ ദൈവം തരുന്ന സമ്പത്തിനാൽ, ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന സമ്പത്തിനാൽ നമ്മളിൽ പെരുകി വരുമ്പോ 8-ാം വാക്യം പറയാണ്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കേയില്ല. അപ്പൊ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ അകത്ത് കർത്താവിന്റെ സ്വഭാവം വരണം, അവന്റെ സ്നേഹം വരണം. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ അകപ്പ ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ എത്ര പേരുടെ ഉള്ളിൽ അകപ്പയുണ്ട്? ആരും കൈവക്കരുത് ദയവായിട്ട്, അത് എളുപ്പമല്ല. ക്രിസ്തുവിൽ മാത്രമേ അകപ്പയുള്ളൂ. അവൻ നമ്മൾ വസിച്ചാൽ മാത്രമേ നമ്മൾ വിളിക്കൂ. ഓക്കെ, നമുക്ക് അകപ്പ ഒരാളോട് ഭയങ്കര സ്നേഹം എന്ന് വിചാരിച്ചു. അപ്പൊ യേശുവിന് ഭയങ്കര സ്നേഹമായിരുന്നോ, അവൻ എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ നമുക്ക് അകപ്പയുടെ ഒരു 10,000-ൽ 1 കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ആ അകപ്പയോട് കൂടി നമ്മുടെ സഹോദരനെ നോക്കിക്കും, അവന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും എനിക്ക് മടിയുണ്ടാവില്ല. ശരിയാണോ? രാത്രി 1 മണിക്ക് 2 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുവാ, ബ്രദറെ എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകാമോ? ഓട്ടോ എടുത്ത് വാ എന്ന് പറയല. അകപ്പ എങ്ങനെയല്ല, ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടുക. അത് അയ്യോ ചെയ്തില്ലേ മോശമല്ലെന്ന് വിചാരിച്ചിട്ടില്ല. എന്റെ ഹൃദയത്തിൽ കർത്താവ് വളർത്തി തരുന്ന സഹോദര പ്രീതി, സ്നേഹം, അതിൽ തികഞ്ഞവരായി വരുമ്പോ നമ്മൾ നിഷ്ഫലന്മാരായിരിക്കില്ല, നമ്മൾ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കും, ഫലം പുറപ്പെടുവിക്കാൻ നമ്മളെ നിർബന്ധിക്കും. നമ്മുടെ ഉള്ളിൽ സ്നേഹം വന്നു കഴിയുമ്പം, ദൈവത്തോടുള്ള സ്നേഹം വന്നു കഴിയുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള സ്നേഹം, അകപ്പെ നമ്മളിൽ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ അത് വരികയില്ല, ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഏത് മനുഷ്യന് വേണ്ടിയും നഷ്ടം സഹിക്കാനും വിട്ടുകളയാനും സ്നേഹിക്കാനും കരുതാനും എല്ലാമുള്ള കൃപ നമുക്ക് തരും. അത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അവൻ സ്വർഗത്തിലെ സകല മെലിഞ്ഞയും മെടിഞ്ഞ് താഴ്ന്ന ലോകത്തിൽ എനിക്കായി ഇറങ്ങി വന്നു. ആ കർത്താവിന്റെ കരുണയാണ് നമ്മൾ കാണുന്നത്. ക്യാരക്ടർ എങ്ങനെയാ വരുന്നത് മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് ബൈ റെസ്ട്രിക്റ്റിംഗ്, ബട്ട് ഇറ്റ് ഈസ് ബൈ ഇൻഡ്യൂസിങ്, ഇൻഡക്ഷൻ.
ഓഫ് ക്രൈസ്റ്റ് നേച്ചർ ഇൻ ടു അസ്. അവന്റെ സ്വഭാവത്തെ നമ്മളിലേക്ക് ആത്മാവ് പകർന്നു തന്നാണ്. നമ്മൾ റെസ്ട്രിക്ട് ചെയ്തല്ല, പകർച്ചയിലൂടെയാണ് കർത്താവിന്റെ സ്വഭാവം നമുക്ക് നമ്മളിത് അനുഭവിക്കുന്ന വിശ്വാസത്താലുമാണ്. ഓക്കെ, അതുകൊണ്ട് താഴെ പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, 10-ാം വാക്യം, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഈ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനം നമുക്ക് ഈ ഒരു സെഷൻ ഇടാം. ഈ ധാരാളമായ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പൊ ഞാൻ ദുബായിൽ വരുവാ. ദുബായിൽ വന്നിട്ട് നിങ്ങളുടെ ഒരാളുടെ വീട്ടിൽ ഞാൻ വന്നു വിചാരിച്ചു. പേടിക്കണ്ട, അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ വീട്ടിൽ വരുന്നത് എങ്ങനെയായിരിക്കും? വീട്ടിൽ വന്ന് ചിലപ്പോൾ ഫോണിൽ അപ്പോയിന്റ്മെന്റ് എടുക്കും. ഞാൻ അങ്ങ് വരുവാട്ടോ. നിങ്ങൾക്ക് എങ്ങനെ കിട്ടാറുണ്ടോ ഫോൺ കോൾ? ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോ വരുവാണല്ലോ എന്ന് പറയുമ്പോൾ, ഇപ്പൊ സമയം വരുടെ പാസ്റ്ററെ, നമ്മൾ അടുത്ത മൺഡേ ആയിക്കോട്ടെ. ശരി, കാരണം ഒരു മടി കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എല്ലാരും കയറ്റിയിരിക്കുക, നമ്മൾ എപ്പോഴും അവന് സമയം കാണും. ശരി അച്ചായ, അടുത്ത തിങ്കളാഴ്ച വരും. പുള്ളി കൃത്യം നോട്ട് ചെയ്ത് വെച്ച് വരും. എക്സാമ്പിൾ പറഞ്ഞാണ്, വേറൊന്നും വിചാരിക്കരുത് ആരെ കുറിച്ചോ. പക്ഷെ അതൊരു ധാരാളമായ പ്രവേശനമാണോ വീട്ടിലേക്ക്? അല്ല. നിങ്ങളുടെ പെർമിഷൻ വേണം, വന്നാൽ നിങ്ങളുടെ സഹായം വേണം. വീട്ടിൽ നോക്ക് ചെയ്താൽ നിങ്ങൾ തുറന്നാലേ കയറാൻ പറ്റുള്ളൂ. നിങ്ങൾ അവിടെ പോയി ഇരിക്കെന്ന് പറഞ്ഞാലേ ഇരിക്കാൻ പറ്റുള്ളൂ. ചായ തന്നാലേ കുടിക്കാൻ പറ്റൂ. ഡൈനിങ് റൂമിൽ നിന്ന് അപ്പുറത്ത് ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കണം. കണ്ടാൽ പോലും ചോദിക്കണം. ഇവിടെ ബാത്റൂം അതിന് സൈഡിൽ കണ്ടാൽ പോലും ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കണം. കാരണം ദാറ്റ്സ് എ വേ ഓഫ് സീക്കിംഗ് പെർമിഷൻ. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ റെസ്ട്രിക്റ്റഡ് ബിക്കോസ് നമുക്കൊരു ധാരാളമായ പ്രവേശനമില്ല. പക്ഷെ ധാരാളമായ പ്രവേശനം ആർക്കാ ഉള്ളത്? നിങ്ങളുടെ വീട്ടിലെ പിള്ളേർക്ക്. അവർ സ്കൂൾ വന്ന് കഴിയുമ്പോൾ ആരും ഡോർ തുറക്കാൻ നോക്കിയിരിക്കുന്നില്ല. ഡോർ തുറന്നില്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും കമ്പിയിട്ടായാലും തുറക്കും, അല്ലെങ്കിൽ വിൻഡോയ്ക്കകത്തോടകത്ത് ധാരാളമായ പ്രവേശനം. അവർക്ക് ബാത്റൂം എവിടെ ഇരുന്നോട്ടെ ചോദിക്കേണ്ട കാര്യമില്ല. ചായ കുടിക്കാൻ എന്തിയ ചായ എന്ന് ചോദിച്ചിട്ട് അകത്തോട്ടി എല്ലാം ധാരാളമായി പ്രവേശനം. ഈ സ്വർഗത്തിൽ ധാരാളമായി പ്രവേശിക്കുന്ന ആലോചിക്കും. അങ്ങോട്ടാണോ ഞാൻ എന്നൊന്നുമില്ല. അങ്ങോട്ടാന്ന് എനിക്ക് ഉറപ്പാ. അതെന്റെ വീടാന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ മകനാണല്ലോ. പക്ഷെ ചുമ്മാ ഉറപ്പ് വരികയല്ല. ആ ഉറപ്പ് വരണമെങ്കിൽ വിശദീകരണം പ്രാപിക്കണം. എങ്കിലേ നമുക്ക് ആ ഉറപ്പ് കിട്ടുള്ളൂ. അഷുറൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കർത്താവിന്റെ സ്വഭാവമുള്ളവരെ മാറുന്നതനുസരിച്ച് ഉറപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തോന്നിയ പോലെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പ് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ കർത്താവിന്റെ സ്വഭാവത്തോട് അടുത്തടുത്ത് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, എങ്ങനെ ചെയ്താൽ? നിങ്ങളുടെ വിലയും തെരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. അപ്പൊ വിശദീകരണം എത്ര പ്രധാനമാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതായത് നമ്മുടെ ലൈഫിൽ പ്രാർത്ഥന കൊണ്ട് നേടേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ നേടുക എന്നുള്ളതാണ്. വേറെ ഒന്നും നമ്മുടെ മുമ്പിൽ വിലയുള്ളതായില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ സകലതിനെ ഉപേക്ഷിച്ച് ചവറം നെണ്ണെന്ന് പറയാൻ കാരണം അതിലും ശ്രേഷ്ഠമായതൊന്നും നമുക്ക് പ്രാർത്ഥിച്ച് നേടാൻ ഈ ഭൂമിയിൽ ഇല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നതും അവന്റെ സ്വഭാവം എനിക്ക് ഉണ്ടാകുന്നതുമാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ വിടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇത് പറഞ്ഞിട്ട് അതിന്റെ താഴെ പറയാണ്, ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരെന്ന് വരികിലും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും പൗലോസ് പറയാണ്, ഇത് ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഭയങ്കരമായിട്ട് ഇത് പിന്നെ ഇത് ഓർമ്മിച്ചുകൊണ്ടിരിക്കും. കാരണം അത് അത്ര പ്രധാനമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിശുദ്ധിയുടെ ഓട്ടം എന്ന് പറയുന്നത്. ഇതെന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതല്ല, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറുന്നതാണ്. നമ്മൾ വിശുദ്ധീകരണം ഉദ്ദേശിക്കുന്നതെന്നറിയോ? കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ്. എന്നാൽ വിശുദ്ധീകരണം ചെയ്യാതിരിക്കുന്നതല്ല, ചെയ്യുന്നതാണ്. ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ, അവൻ ചെയ്യുമായിരുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പൊ വിശുദ്ധീകരണത്തിന്റെ ഒരു നിർവചനം തരാനാണ് ഞാൻ ഈ ആഴ്ച ശ്രമിച്ചത്. നിങ്ങൾ എന്തെല്ലാം ഓർക്കണം? ആ പിക്ചറുകൾ ഞാൻ വരച്ചത് തീർച്ചയായിട്ടും ഓർക്കണം. നമ്മുടെ സോളിലേക്ക്, മൈൻഡിലേക്ക് ആത്മാവിന്റെ സ്വഭാവം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓക്കെ, അതുപോലെ അവന്റെ ആ ഒരു സ്വഭാവം നമ്മളിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് യാഗമായി മാറുന്നതെന്ന് നമ്മൾ ഓർക്കണം.
ഓക്കെ, അപ്പോൾ മരണത്തിന്റെ സമയം നമ്മുടെ വിശദീകരണത്തിന്റെ പ്രോഗ്രസിന്റെ ചാർട്ട് നമ്മൾ കണ്ടു. എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അപ്പം നിരാശ വന്നാലും ഇടയ്ക്ക് അയ്യോ ഞാൻ ശരിയാകുന്നില്ല എന്ന് തോന്നിയാലും നിങ്ങൾ ഓട്ടം വിടരുത്. കാരണം കർത്താവ് നിങ്ങൾ ഒരിക്കലും കൈവിടുക. മടിച്ചു പോകരുത്. അയ്യോ ഞാനൊരു തോൽവിയാണ്, എന്റെ പാസ്റ്ററെ ഞാൻ ഇങ്ങനെ വിചാരിച്ചോലൊന്നും എനിക്ക് ഓടാൻ പറ്റിയിട്ടില്ല, ദൈവം എന്നെ സ്വീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കർത്താവ് അവരോട് പറയുവാണ്, നിങ്ങളെ ഞാൻ ഒരു നാളും വിടുകയില്ല എന്ന് വിചാരിച്ച് നീ വിട്ടിട്ട് പോകണ്ട. കാരണം ഏത് സമയത്തും നമുക്ക് തിരിച്ചു ചെല്ലാവുന്ന അത്ര സ്നേഹമാണ് കർത്താവ്. വി ക്യാൻ ടേൺ ടു ഹിം എനി മോമെന്റ്. ഓക്കെ, ഇനി നമ്മൾ വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രോസസ്സിലേക്ക് കിടക്കും. എങ്ങനെയാണ് ഈ വിശുദ്ധീകരണം നമ്മളിലേക്ക് വരുന്നത്? ദ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. നമ്മളത് കൂടുതൽ അതിനെക്കുറിച്ച് പറയാനുള്ള ടൈമില്ല. ബട്ട് ഐ വിൽ ജസ്റ്റ് ഗിവ് യു ആൻ ഇൻട്രൊഡക്ഷൻ ഇൻ 5 minutes ആൻഡ് ക്ലോസ്. വിശുദ്ധീകരണത്തിന്റെ ചില മാർക്കുകൾ, അടയാളങ്ങൾ, ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് ലഭിക്കുന്നതിന്റെ ചില അടയാളങ്ങൾ, അതായത് ദൈവത്തിന്റെ നിറവിനാൽ നമ്മൾ നിറഞ്ഞു വരുന്നതിന്റെ ചില അടയാളങ്ങൾ നമുക്ക് പരിശോധിക്കാം. അത് ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ചില മാർക്കേഴ്സ്. ആർ വി ഗെറ്റിംഗ് സാങ്ക്ടിഫൈഡ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഉൽപ്പത്തി മുതലുള്ള ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. എല്ലാ പുസ്തകങ്ങളിലും ഈ മാർക്കേഴ്സ് ഉണ്ട്. ആർ വി ബീയിങ് സാങ്ക്ടിഫൈഡ്? എന്താണ് ദൈവം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ ഓട്ടം എന്നുള്ളത്? ഓക്കെ, അതൊരു വലിയ ഓട്ടമാണ്. അത് ക്രിസ്തുവിനെ നോക്കി ഓടേണ്ട ഓട്ടമാണ്. പാപങ്ങളെ എതിർത്ത് തോൽപ്പിക്കേണ്ട ഒരു ഓട്ടമാണ്. രക്ഷയ്ക്കായി ഉള്ള അധ്വാനമുള്ള ഓട്ടമാണ്. പക്ഷെ അതെല്ലാം ദൈവമാണ് തിരുവുള്ളം ഉണ്ടായിട്ട് നിർവഹിക്കുന്നത് എന്നുള്ളേ ഉള്ളൂ. പക്ഷെ നമ്മൾക്കത് അനുഭവിക്കണമെങ്കിൽ ഫെയ്ത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏറ്റവും ആദ്യം ബൈബിളില് വിശുദ്ധീകരണം എന്നുള്ള, അതായത് സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള വാക്ക്, സാങ്ക്ടിഫൈഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്നാണ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ് വിശുദ്ധീകരണം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, സാങ്ക്ടിഫിക്കേഷൻ. അത് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ശുദ്ധീകരണം എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദാറ്റ്സ് നോട്ട് ഇനഫ്. 3-ാം വാക്യം, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. പക്ഷെ ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ശുദ്ധീകരണമല്ല, വിശുദ്ധീകരണമാണ്. അതെങ്ങനെയാണ്? ആൻഡ് ഗോഡ് ബ്ലെസ്ഡ് ദ 7th day ആൻഡ് സാങ്ക്ടിഫൈഡ് ഇറ്റ്. ക്ലെൻസ്ഡ് ഇറ്റ് എന്നല്ല, ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്, ശുദ്ധിയാക്കുക. ആൻഡ് ഗോഡ് ബ്ലെസ്ഡ് ദ 7th day ആൻഡ് സാങ്ക്ടിഫൈഡ് ഇറ്റ് because that in it he had rested from all his work which God created and made. ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ സകലത്തിൽ നിന്നും അവൻ റെസ്റ്റ് ചെയ്തതുകൊണ്ട് അന്നത്തെ ദിവസത്തെ അവൻ വിശുദ്ധമാക്കി മാറ്റി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധീകരണത്തിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന റെസ്റ്റാണ്. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. റെസ്റ്റ് ഈസ് എ മാർക്ക് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് അവന്റെ സന്നിധിയിൽ നമുക്ക് ഉണ്ടാകുന്ന സ്വസ്ഥത. അവർ മൈൻഡ് ഈസ് അറ്റ് പീസ്. യേശു കർത്താവ് ക്രൂശിലേക്ക് പോകുമ്പോൾ ഹിസ് മൈൻഡ് വാസ് അറ്റ് പീസ്. ഒട്ടും ഓളം തല്ലുന്നുണ്ടായിരുന്നില്ല. സോ കാം. അത് റെസ്റ്റാണ്. ക്രൂശിലും വേദനയിലും റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കർത്താവിന്റെ അസാമാന്യമായ സാങ്ക്ടിഫിക്കേഷൻ ആണ് നമ്മൾ അവിടെ കാണുന്നത്. നത്തിങ് ക്യാൻ കമ്പയർ ടു ആ സൈലൻസ്, ആ കാംനെസ്. അത് സാങ്ക്ടിഫിക്കേഷൻ ആണ്. നമുക്ക് കാമാകാൻ പറ്റുന്നുണ്ടോ? അജിറ്റേഷൻ കുറയുന്നുണ്ടോ? സോഫ്റ്റ് ആയിട്ട്, അതായത് നമുക്കൊരു സിറ്റുവേഷൻ കഠിനമാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? ഡു വി ഗെറ്റ് ദാറ്റ് ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ് വെയർ വി മെയിൻറ്റെയിൻ അവർ കാംനെസ്? ആ റെസ്റ്റ് ആത്മാവാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെ ഓരോ പുസ്തകങ്ങളിലും ഈ റെസ്റ്റ്, ഈ സാങ്ക്ടിഫിക്കേഷന്റെ പല പല ഡയമെൻഷൻസ് നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ പറ്റും. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് സാങ്ക്ടിഫിക്കേഷൻ സംബന്ധിക്കുന്നതാണ്. കാരണം അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഗോഡ്സ് പ്ലാൻ ഫോർ us ആൻഡ് അവർ ഗ്രേറ്റസ്റ്റ് അംബിഷൻ. നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ കാണാം. ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ വി വിൽ സീ അഗെയിൻ നെക്സ്റ്റ് വെഡ്നെസ്ഡേ. ഗോഡ് വില്ലിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് ഞങ്ങളെ കരുണയോടെ നടത്തുമാറാകണം. ഞങ്ങൾ ബലഹീനരെങ്കിലും ഞങ്ങളെ ശക്തരാക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടും. ഞങ്ങൾക്കടുത്ത പലപ്പോഴും ബലഹീനരും
പരാജയം അനുഭവിക്കുന്നവരും കർത്താവെ ഞങ്ങൾ നിരാശിതരുമായി കണ്ടാലും ഞങ്ങൾ ഒരിക്കലും കൈവിടാത്ത ദൈവമുണ്ടെന്നുള്ള കർത്താവ് പ്രത്യാശയുടെ നങ്കൂരം മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കും. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.